CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ ആള് കുറഞ്ഞെന്ന് പാർട്ടി വിലയിരുത്തൽ. 1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 60,000-ൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയത്. സാധാരണ പ്രവർത്തകർ വിട്ടുനിന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനം. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതൊരു പുതിയ കാര്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പും പാർട്ടി പരിപാടികളിൽ ആള് ഇല്ലാത്ത കസേരകളെ നോക്കി സമ്മേളനം നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 1 ലക്ഷം പേരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് 60,000 പേര് മാത്രമാവുകയും ആള് കുറഞ്ഞ കസേരയിലേക്ക് നോക്കി പാർട്ടിയുടെ ആൾക്കാർ സമ്മേളനത്തിന് വേണ്ടി ആളുകളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കേണ്ട ഒരു CPM ഞെട്ടലുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി 40,000 പേർ എങ്ങോട്ട് പോയി എന്നുള്ള അവരുടെ സംഘടനാ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കിയിരുന്നു. അതെ, ഒപ്പം തന്നെ അവരുടെ ഈ ഒരു കാലയളവിൽ ഉണ്ടായ പ്രവർത്തനങ്ങളെയും കൂടി മുൻനിർത്തി ചിന്തിച്ചാൽ കൂടുതൽ ഉത്തരം അവർക്ക് തന്നെ ആലോചിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, പ്രജിത്ത് മോഹൻ? അഞ്ജന, ഇത് CPM-ൻ്റെ ഏതെങ്കിലും ഒരു പൊതുയോഗമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ആളില്ലാത്തൊരു വേദിയോ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. കേരളത്തിൽ CPM-ൻ്റെ സംഘടനാ ശക്തി ഏറ്റവും ദൃശ്യമായി പ്രകടിപ്പിക്കാൻ അവർക്കുള്ള അവസരവും അത് കാലങ്ങളായി അവർ ചെയ്തു വരുന്ന ഒരു രീതി കൂടിയാണത്. പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളിൽ കൂടുതൽ ആളുകളെ എത്തിച്ച് അത് സമീപ ജില്ലകളിൽ, ഇപ്പോൾ സമ്മേളനം നടക്കുന്ന ജില്ലയ്ക്ക് പുറമെ സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ടായിരിക്കും അത്തരം സമ്മേളനങ്ങളിൽ ശക്തി തെളിയിക്കുന്ന ഒരു പതിവ് CPM കാഴ്ചവെക്കുന്നത്. എന്നാലും ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അക്കാര്യത്തിൽ വലിയ അടി CPM-ന് കിട്ടിയിട്ടുണ്ട്. കാരണം 1.5 ലക്ഷം പേരെങ്കിലും സംസ്ഥാന സമ്മേളനത്തിന് എത്തും എന്നുള്ളതായിരുന്നു CPM കണക്ക് കൂട്ടിയിരുന്നത്. കൊല്ലത്ത് നിന്നും സമീപ ജില്ലകളായ ആലപ്പുഴ, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നെല്ലാം ഈ രീതിയിൽ ആളുകൾ കൂടുതലായി സമ്മേളന നഗരിയിലേക്ക് എത്തിക്കാനുള്ള വ്യവസ്ഥകളും CPM ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാകാത്തൊരു സാഹചര്യം വന്നതിൽ CPM നേതാക്കൾ തന്നെ ഞെട്ടലിലായിരിക്കുകയാണ്. 1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചെടുത്ത് 60,000-ൽ താഴെ ആളുകൾ മാത്രം സമ്മേളന വേദിയിൽ എത്തി എന്നുള്ളതാണ് CPM-ൻ്റെ കണക്ക്. ഈ മുൻനിരയിലുണ്ടായിരുന്ന ബാരിക്കേഡിന് മുൻനിരയിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിൻനിരയിലൊക്കെ നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ നിരവധി കസേരകളും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു പരിശോധനയ്ക്ക് മുതിരുകയാണ് പാർട്ടി. എന്തുകൊണ്ട് സമ്മേളനത്തിന് ആളെത്തിയില്ല എന്നുള്ള കാര്യത്തിലൊരു ആഭ്യന്തര അന്വേഷണത്തിന് പാർട്ടി മുതിരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പാർട്ടി പോവുകയാണ്. നിലവിൽ ഇത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ CPM-ൻ്റെ ഉൾപാർട്ടി ചർച്ചകളായ നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ പൊതുവിടത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സമ്മേളന ഒരു മീറ്റിംഗ് വേദിയിലോ യോഗത്തിലോ ഇതുവരെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ നേതാക്കൾക്കിടയിൽ ഇതിലൊരു വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് സമ്മേളനത്തിന് വേണ്ടി ഇത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ, ഇത്രയധികം പണം ചെലവഴിച്ചപ്പോൾ അത് കൃത്യമായി താഴെ തട്ടിലെ പ്രവർത്തകരെ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് CPM പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച പാർട്ടി പരിശോധനകൾ ഉടൻ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ, കരുനാഗപ്പള്ളി അടക്കമുള്ള മേഖലകളിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ ഇതിനെ ബാധിച്ചോ എന്നുള്ള കാര്യവും CPM പരിശോധിക്കും. എന്തായാലും നേതാക്കൾ വിലയിരുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ സംഘടനാ റിപ്പോർട്ടിൻ്റെ കാര്യമടക്കം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ അകറ്റുന്ന ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുന്നത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം CPM നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അത് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമായതാണ്. അതിൽ പറയുന്നത് പോലെ നേതാക്കൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ, സമീപനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ അടക്കം CPM-ൻ്റെ താഴെ തട്ടിലുള്ള കേഡറുകളെ അടക്കം പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള വിഷയങ്ങളിലെ പാളിച്ചകൾ, തദ്ദേശ തലങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ, സർക്കാർ അധികമായി നികുതി ഈടാക്കുന്നതും ഫീസുകളും ലെവികളും സെസ്സുകളും ഒക്കെ ഈടാക്കുന്ന അല്ലെങ്കിൽ അത്തരം സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നത്, കൂടുതൽ ജനങ്ങളെ പിഴിയുന്ന സമീപനം സ്വീകരിക്കുന്നത്, അതേസമയം അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ ഉണ്ടാകുന്നത്, ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന കാലതാമസം, സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസം, വിവിധ സ്കോളർഷിപ്പുകളും മറ്റും നൽകുന്നതിലുണ്ടാകുന്ന കാലതാമസം, അങ്ങനെ ഈ തുടർഭരണം വന്നതുകൊണ്ട് സംസ്ഥാനത്തെ CPM-ൻ്റെ സംഘടനാ സംവിധാനം ഒരുപക്ഷെ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പാർട്ടി വിലയിരുത്തൽ. ആ പാർട്ടി വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ തിരുത്തൽ നടപടികളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ആവശ്യകത ഈ സമ്മേളനത്തിൽ ആൾ കുറഞ്ഞത് തന്നെ CPM-നെ അന്താളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ചില പരിപാടികളിലൊക്കെ ആൾ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വിലയിരുത്തലുകളും വാർത്തകളും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയായി CPM കാണുന്ന ഒരു രീതിയല്ല. അത് കാലങ്ങളായി അത്രയധികം ആളുകളെയൊക്കെ എത്തിച്ച് സംഘടനാ ശക്തി വിളിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ CPM പലപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു. ഇത്തവണയും ഈ റെഡ് വോളണ്ടിയേഴ്സിനെയൊക്കെ അണിനിരത്തി കൂടുതൽ ശക്തി പ്രകടനത്തിന് CPM മുതിർന്നപ്പോഴും സമ്മേളന നഗരിയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിൽ CPM-ന് ഉണ്ടായിട്ടുള്ളത് വലിയ വീഴ്ചയാണ്. അതിലൊരു പാർട്ടി തല അന്വേഷണത്തിന് CPM മുതിരുകയുമാണ്. ശരി.
പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പൊതുസമ്മേളനമായിരുന്നുവെങ്കിൽ നമുക്കത് ആ കാര്യം കുഴപ്പമില്ലാതെ പറയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തകർ പങ്കെടുക്കേണ്ട സമ്മേളനത്തിലാണ്, CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ CPM-ലെ പ്രവർത്തകർ തന്നെ എത്താതിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പാർട്ടിയിൽ അവർക്ക് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, വിശ്വാസ്യതക്കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ കൊല്ലത്തെ ജില്ലാ നേതൃത്വം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന, അവരുടെ തന്നെ പ്രവർത്തകരെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. എല്ലാ ജില്ലാ നേതൃത്വങ്ങളും അതിനകത്ത് ഒരുപക്ഷെ മറുപടി പറയേണ്ടി വന്നേക്കും. അതൊക്കെ എങ്ങനെയാണ് ഇനി CPM മുന്നോട്ട് കാണുന്നതെന്ന് അറിയില്ല.